നമസ്കാരം സുഹൃത്തുക്കൾ, വെൽക്കം ടു മൈ ടോക്ക് ഷോപ്പ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശ്രീമാൻ മംദാനിയെ പറ്റി മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ന്യൂയോർക്കിന്റെ ബഹുമാന മേയർ. അദ്ദേഹം കുറെ നാളുകളായിട്ട് വാർത്തകളിൽ നിറയാറില്ല. അദ്ദേഹം അങ്ങനെ ഒരു ഇന്ത്യൻ വംശജരാണ്. അങ്ങനെ ന്യൂയോർക്കിലെ മേയറായി വന്നു. ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ഒരുപാടുണ്ട്. ഇപ്പൊ അദ്ദേഹം വീണ്ടും വാർത്തകൾ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നെതന്യാഹു സെപ്റ്റംബറിൽ UN പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ അദ്ദേഹം വരുമ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് അദ്ദേഹം വാഗ്ദാനം അല്ലെങ്കിൽ അദ്ദേഹം അത് ഉന്നയിക്കുകയാണ് ചെയ്യുമെന്ന്. ഇലക്ഷൻ കാലഘട്ടത്തിൽ, പ്രചാരണ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഏകദേശം നല്ലൊരു ശതമാനം വോട്ട് ബാങ്ക് ആയിട്ടുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹത്തിന് വാഗ്ദാനങ്ങളൊന്നായിരുന്നു. ശ്രീമാൻ നരേന്ദ്രമോദി വന്നാലും അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, അതോടൊപ്പം തന്നെ പുടിൻ വന്നാലും അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, പിന്നെ നമ്മുടെ നെതന്യാഹു ഒന്ന് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇന്നലെ അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും എൻ്റെ ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഈ വിഷയം ലൈവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. കാരണം അദ്ദേഹം വീണ്ടും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ന്യൂയോർക്ക് ഈ പറയുന്ന സിറ്റി എന്ന് പറയുന്നത് അല്പം പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവിടുത്തെ ക്രൈം കൂടുന്നു. അവിടെയുള്ള പല മൾട്ടിനാഷണൽ കമ്പനികളും കഴിഞ്ഞ കുറേ മാസങ്ങളും ദിവസങ്ങളുമായിട്ട് അവിടെ വിട്ടുപോവുകയാണ്. കാരണക്കാരൻ മംദാനിയൊന്നുമല്ല, എല്ലാം മംദാനിയല്ല, പക്ഷെ പല ആളുകളും വിട്ടുപോവുകയാണ്. കാരണം അവിടുത്തെ സുരക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ മംദാനിയോട് ഞാൻ പറയുകയാണ്, താങ്കളുടെ ഭരണത്തിൽ എത്തിയിരിക്കുന്ന ജനങ്ങളെ പറ്റി കുറച്ചെങ്കിലും അവരുടെ അർപ്പണബോധമുണ്ടെങ്കിൽ താങ്കൾ ചൂലുമെടുത്തുകൊണ്ട് താങ്കൾ ആ സിറ്റി ഒന്ന് ശുദ്ധീകരിക്കാൻ ഇറങ്ങുക. അതായിരിക്കും ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന വിവാദ പ്രസ്താവനകൾ കൊടുത്തുകൊണ്ട് സ്വന്തം ആരാധകരെ മണ്ടന്മാരാക്കുന്നത്. കാരണം ഒരു കാരണവശാലും അദ്ദേഹത്തിന് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല, അടുത്ത് ചെല്ലാൻ പോലും സാധിക്കില്ല. കാരണം പൊതുസമ്മേളനത്തിന് വരുന്ന നേതാക്കന്മാർക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, അവർക്ക് പരിരക്ഷയുണ്ട്. ഏതൊരു രാജ്യത്തിന്റെ ഇപ്പം ICC എന്ന് പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന് അമേരിക്ക അംഗീകരിക്കുന്നില്ല, ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. അവിടുത്തെ ഏതൊരു ജഡ്ജിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ആ ഉത്തരവിന്റെ ബലത്തിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ഈ വിഷയം ലൈവ് ആക്കുമെന്ന് പറഞ്ഞാൽ, ഒരുപാട് ഭരണപ്പാളിച്ചകൾ ആദ്യ കാലഘട്ടത്തിൽ ഈ 8 മാസമേ ആയിട്ടുള്ളൂ, പാളിച്ച എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല മംദാനിക്ക്. ഫ്രീ ആയിട്ട് ബസ് കൊടുക്കുമെന്ന് പറഞ്ഞു, പച്ചക്കറി കടകൾ ആരംഭിക്കുമെന്ന് പറഞ്ഞു, പിന്നെ പ്രോപ്പർട്ടി ടാക്സുകൾ കുറയ്ക്കുമെന്നും, റെന്റ് കൊടുക്കണ്ട, ഇങ്ങനെ ഒരുപാട് ജനപ്രിയ നടപടികളൊക്കെ അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടും ഒന്നും നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ 8 മാസമായിട്ട്. വളരെ വ്യക്തമായിട്ട് ശരിയാണ്. നമ്മുടെ നാട്ടിൽ അറിയാലോ, ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഒരു പ്രത്യേക ബസ്സുകളിലേക്ക് മാത്രമായി ചുരുക്കുക. തെറ്റല്ല, സർക്കാരുകൾ ആരായാലും ഭരണത്തിൽ വരാൻ വേണ്ടി അങ്ങനെ പലതും പറയും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നു പറയുന്നത്, അങ്ങനെയുള്ള ഒരു പൊള്ളയ വാഗ്ദാനങ്ങൾ കൊടുത്ത ശേഷം ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവരുടെ ഒരു കോർ ബേസ് ഉണ്ട്. നമുക്കെല്ലാവർക്കും ഒരു കോർ ഓഡിയൻസ് എന്ന് പറഞ്ഞ പോലെ ഒരു കോർ വോട്ട് ബേസ് ഉണ്ട്. ആ വോട്ട് ബേസിനെ ഹാപ്പി ആക്കാൻ ഇത്തരത്തിലുള്ള ഈ പറയുന്ന പരിപാടികൾ മതി. എന്താണ് പരിപാടി? അതായത് നെതന്യാഹു, പിന്നെ പലസ്തീൻ, അല്ലെങ്കിൽ ഇസ്രായേൽ, ഇന്ത്യ, റഷ്യ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കോറായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ആഹാരം, പിന്നെ പാർപ്പിടം, പിന്നെ സൗജന്യമായിട്ടുള്ള ബസ് ഒന്നും വേണ്ട, ഇവർക്ക് ഇത് മതി. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ പയ്യൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു വാഗ്ദാനം തന്നെ മതി ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഒരിക്കലും അടുത്ത് ചെല്ലാൻ സാധിക്കില്ല. എന്തെങ്കിലും കാരണവശാൽ ഇവന് ഉത്തരവിട്ടാൽ പോലും ഫെഡറൽ നിയമങ്ങളുള്ള ഈ അമേരിക്കയിൽ ആ നിയമങ്ങളെ വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഒരു കാരണവശാലും. പക്ഷെ ശ്രമിക്കുക എന്നല്ല അവൻ ചെയ്യുന്നത്. എന്ത് പറഞ്ഞ ഇതാണ് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കടന്നു വരുന്ന നേതാക്കന്മാരുടെ ഏറ്റവും ഒരു ഉദാഹരണമായി മാറുകയാണ് മംദാനി. കാരണം മംദാനി എനിക്ക് തോന്നുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായി വന്നൊരു ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്, സുമുഖനാണ്, സുന്ദരനാണ്, നല്ല പുഞ്ചിരിയൊക്കെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പൊള്ളയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുമെന്ന് അവനും മംദാനിക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. നാളെ ഒരു ഇരവാഹം നിരത്താണ് പരിപാടി. നാളെ നെതന്യാഹു സെപ്റ്റംബറിൽ വരുമ്പോൾ ഇദ്ദേഹം ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, ഞാൻ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യാൻ. പക്ഷെ എന്നെ മറികടന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ, അതായത് ട്രംപിന്റെ സർക്കാർ നിയമം പാസ്സാക്കി, അല്ലെങ്കിൽ അവർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ
കൈ കഴുകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിടുകയാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവനെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ചങ്കുറപ്പുള്ള നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീരപരിവേഷം വാങ്ങിച്ചു കൂട്ടുക. അതോടൊപ്പം തന്നെ ഒന്നും നടക്കാനും പോകുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നത് നെതന്യാഹു വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വരും, ഞാൻ വരും, ഞാൻ വരും. കാരണം എനിക്ക് ന്യൂയോർക്കിലൊന്നല്ല എവിടെ വരാനും ഒരു മടിയില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ്. ഇന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത്, നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഫെയിൽ പൊളിറ്റിക്സ്, അതായത് മംതാനിയുടെ പരാജയപ്പെട്ട രാഷ്ട്രീയം ആദ്യം അത് ശരിയാക്കാൻ ശ്രമിക്കൂ. കാരണം ഞാൻ എൻ്റെ രാജ്യത്തെ വളരെ വ്യക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. താങ്കൾക്ക് പറ്റുമെങ്കിൽ താങ്കൾ ന്യൂയോർക്കിന്റെ കാര്യം നോക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തമാശ രൂപയാണ് നെതന്യാഹു അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇത് വെറും പൊള്ളത്തരം രാഷ്ട്രീയക്കാരുടെ വെറും ഇരട്ടത്താപ്പ് കാണാൻ പറ്റുന്ന ഒരു അവസരം മാത്രമാണ് ഇത് എന്ന് ഞാൻ വീണ്ടും പറയുന്നു.